രാജ്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും മഹാരാജാക്കന്മാരുണ്ടാവോ? ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടുത്തെ ആണുങ്ങൾക്കൊക്കെ പൊക്കം കുറഞ്ഞത് വളരെ നന്നായി. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സൂഹിക്കാൻ പറ്റുമോ? മഹാരാജാവ് ഇത് തന്നെയാ പറയുന്നത്. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. എന്തോന്ന്? അല്ല, സ്വന്തമായി 2 പട്ടമഹർഷിമാരുണ്ടായിരുന്നിട്ടും മഹാരാജാവിന്റെ കണ്ണ് ഈ തോഴിയിലാണെന്ന്. ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവുമോ ഇട്ടുണ്ണാനെ? ആയേക്കും. മിക്കവാറും മഹാറാണിമാരെ അറിഞ്ഞാല്. പിന്നെ ഈ കല്യാണ നിശ്ചയം നടക്കുന്ന വേദിയിലെങ്ങും ചെന്ന് നിന്ന് കളഞ്ഞേക്കരുത്. എന്താ? അതേ, ചിലപ്പോ രാജകുമാരന്മാരും രാജകുമാരിമാര് തഴഞ്ഞ് ഈ തോഴിയെ കൊണ്ടങ്ങ് മുങ്ങും. ചുമ്മാ ഒന്നും പറ്റില്ല. അയ്യോ മഹാറാണി, നീ എന്താണ് ഇപ്പൊ പറഞ്ഞത്? കൊട്ടാരം ചമയക്കാൻ ഇത്രയ്ക്ക് അഹങ്കാരമോ? ചവിട്ടി കൊന്നോളെ. എന്നോട് മാപ്പാക്ക തമ്പുരാട്ടി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അപ്പൊ കേറട്ടെ? എന്തോന്ന്? അല്ല, തമ്പുരാട്ടി ഒരുക്കാൻ കേറട്ടെ? താൻ എന്റെ അറിയി പോയി ചമയെ കൊണ്ട് ഒരുക്കി വെക്ക. ഓ, ഈ തമ്പുരാട്ടിമാരുടെ ഒരു കാര്യം. നിന്നെ കുറിച്ച് പലതും ഞാൻ കേൾക്കുന്നുണ്ട്. അയ്യോ മഹാറാണി, എന്നെ സംശയിക്കരുത്. ജന്മനാൽ എനിക്കിത്തിരി സൗന്ദര്യം കൂടിപ്പോയി. അതുകൊണ്ട് അസൂയക്കാർ പലതും പറയുന്നതാ. മഹാറാണി കൂടെ എന്നെ സംശയിച്ചാൽ ഞാൻ കടലിൽ ചാടിച്ചാവും. മതി മതി, ഇനി എന്തെങ്കിലും ഞാൻ കേട്ടാൽ അന്തപുരത്തിലേക്ക് വന്നോളൂ നമ്മെ ഒരുക്കാൻ. അങ്ങനെ ഇപ്പൊ ഒരുക്കണ്ട, ചടങ്ങ് തുടങ്ങാൻ നേരമായി. മഹാരാജാവ് ഇപ്പൊ നമ്മെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. വരൂ മല്ലികെ, വന്നു നമ്മെ സമയങ്ങൾ അണിയിക്കൂ. എന്നെ ആദ്യം ഒരുക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ മൂത്ത ഭാര്യ. മല്ലികെ വാ. എന്നെ ആദ്യം ഒരുക്കേണ്ടത്. മൂത്ത് നരച്ചവളേക്കാൾ പ്രിയപ്പെട്ടത് മഹാരാജാവിന് ഞാൻ തന്നെയാ. നോക്കിക്കോ, എന്റെ പെൺകുട്ടികളിൽ ഒരുവളെയായിരിക്കും മഹാരാജാവിന്റെ അനന്തരവൻ, അതായത് ഈ കൊട്ടാരത്തിന്റെ അടുത്ത അവകാശി ഗജേന്ദ്ര രാജകുമാരൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ആവുമ്പോ പിന്നെ മൂപ്പിളെ തർക്കമൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ അനസൂയ തന്നെയായിരിക്കും മഹാറാണി. മല്ലിക വരൂ. നീ അനസൂയല്ല, അസൂയ തമ്പുരാട്ടിയാ. ഗജേന്ദ്രനെ കെട്ടാൻ പോകുന്നതേ എന്റെ 3 മക്കളിൽ ഒരുവളെയാ. മഹാരാജാവ് എനിക്കും വാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് മഹാറാണി പൊട്ടം ആരും മോഹിക്കണ്ട. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മല്ലികേ. മഹാറാണി, അയ്യോ ഞാനിപ്പൊ എന്ത് പറയാനാ തമ്പുരാട്ടിമാരെ? ഏതായാലും തീരുമാനമെടുക്കേണ്ടത് ഗജേന്ദ്ര രാജകുമാരനല്ലേ. വാമനപുരിയിലെ ഏത് പെണ്ണാ ഗജേന്ദ്രകുമാരനെ ആഗ്രഹിക്കാത്തത്? എന്നോടാണോ നിന്റെ കളി? തുടിക്കുന്ന തുടുപ്പ് കണ്ടില്ലേ? കടലിൽ തിരയിളകുന്ന പോലെ. നാക്കുകൊണ്ടല്ല, കൈകൊണ്ടാ മറുപടി പറയേണ്ടത്. കേട്ടോടാ, ഇപ്പൊ കാണിച്ചോടാ പുളുന്താനെ. നേരത്തെ നീ ഇവരോടൊക്കെ എന്താ പറഞ്ഞേ? വേണ്ടി വന്നാൽ നിനക്ക് ഇഷ്ടമുള്ള ഏത് രാജകുമാരിയെ കെട്ടുവന്നോ? അതിനുള്ള അവകാശം ഈ ഗജേന്ദ്രനല്ലാതെ മറ്റാർക്കുണ്ടോ ഇവിടെ? പിന്നെ ഈ മഹാരാജ്യത്ത് ഞാൻ അംഗീകരിക്കുന്ന ഒരേ ഒരു പുരുഷൻ, ഒരേ ഒരു വീരൻ, അത് മറ്റാരുമല്ല, ഈ ഞാൻ തന്നെയാ. എതിർപ്പുണ്ടോ ആർക്കെങ്കിലും? നിങ്ങൾക്കോടാ? വാമന മഹാരാജ്യത്തെ രാജകുമാരിമാർ എഴുന്നള്ളുന്നു. വഴിമാറുക, വഴിമാറുക. നോക്കി, ഗജേട്ടന്റെ കാര്യം പറഞ്ഞ് നാവ് എടുത്തേ ഉള്ളൂ. ഓഹോ, ആരുടെ നാവ എടുത്തത്? നാവെടുത്താൽ പിന്നെ എങ്ങനെ സംസാരിക്കാൻ കഴിയുക? ചേട്ടന്റെ ഒരു തമാശ. വിഷമിപ്പിക്കാതെ എടുത്തോളാം. ഞാൻ കൊട്ടാരത്തിൽ വന്നിട്ട് 4 പേരുടെ എടുത്തോളാം. ഗജേട്ടന്റെ പേരും പറഞ്ഞ് 3 എണ്ണം തമ്മിലടിയാ. ഗജേട്ടൻ ഇതിൽ ആരെയും മംഗലം കഴിക്കുന്നത്? 3 അല്ല, നിങ്ങൾ 5 ആളെയും ഒന്നിച്ചു മംഗലം കഴിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. പക്ഷേ അതിലൊരാളായിരിക്കും പട്ടമഹർഷി. അതൊക്കെ പറയാം. രാധ എവിടെ? അപ്പൊ എന്റെ ഊഹം ശരിയാ. അതല്ല, നിങ്ങൾ 4 ആളെയും ഒന്നിച്ചു കണ്ടപ്പോ രാധയുടെ ഒരു വിടവ് എനിക്ക് അനുഭവപ്പെട്ടു. അതങ്ങ് നികത്തിയേക്കാം. നമുക്ക് പോവാം. കുമാരി, കുമാരി അറിഞ്ഞില്ലേ ഗജേന്ദ്രകുമാറിന്റെ വിശേഷങ്ങൾ? എന്താ? പാഞ്ഞു പോകുന്ന കുതിരപ്പുറത്ത് തൂങ്ങിക്കിടന്ന് എന്തൊക്കെയോ അഭ്യാസങ്ങൾ കാണിച്ചത്രേ. പലരും കോരിത്തെരിച്ചെന്നാ പറയുന്നത്. ഇവിടെ ഇരുന്നാ കുമാരി എന്താ പടവും വരച്ചോണ്ട് നിൽക്കുന്നത്?
മഹാരാജാവിന്ന് വരന്മാരെ പ്രഖ്യാപിക്കുന്ന ദിവസമല്ലേ? കുമാരിക്ക് ഗജേന്ദ്രകുമാരനാണെന്നാണ് എല്ലാരും പറയുന്നത്. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട മല്ലികേ. അതെന്താ കുമാരി, കല്യാണം ഒരു രസമല്ലേ? അത്രയും കുറച്ച് ചുമന്നാ മതിയല്ലോ ഓർത്താ. ഞങ്ങൾ ആണുങ്ങൾക്കിട്ട് ഒരു വെപ്പായി പോയല്ലോ. മിണ്ടായി. കുമാരി, അവിടെ അച്ഛൻ തിരുമനസും അമ്മറാണിയൊക്കെ തിരക്കുന്നു. കുമാരി വേഗം ഒന്ന് ഒരുങ്ങിക്കേ. എന്തോന്ന്? അല്ല, രാജകുമാരി ഒരുക്കാൻ കയറട്ടെ. ഞങ്ങളെയൊക്കെ ഒരുക്കി ഇങ്ങനെ കുളവാക്കിയത് പോരെ. ഇനി രാജകുമാരിയുടെ പുറത്തു കൂടെ ചാടി കയറണോ? കൊട്ടാരൻ ചമയക്കാരൻ. ഇതാരുടെ ചിത്രമാ കുമാരി? രാധാകൃഷ്ണന്റെ. ചുമ്മാ അതിരിക്കും അവിടെ മരത്തലയാ. അതെ, കൃഷ്ണന് പൊക്കം കൊടുത്തപ്പോ കാണാൻ നല്ല ചന്തമുണ്ട്. പൊക്കം കൊടുത്തതല്ല, നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ നല്ല പൊക്കം ഉണ്ടെന്ന് പുരാണങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്പലത്തിലെ ചുവർ ചിത്രം കണ്ടിട്ടില്ലേ? ദൈവങ്ങൾക്കും പിശാചുക്കൾക്കും പൊക്കമുണ്ടായിരിക്കും, പക്ഷെ യഥാർത്ഥ പുരുഷ സൗന്ദര്യം പൊക്കമില്ലായ്മയാണ്. അല്ലേ രാധേ? ഗജേട്ടനെന്താ ഇവിടെ? നിനക്കൊരു പൂ തരാൻ, എന്റെ സ്നേഹത്തിന്റെ പൂ. ഇത് നമ്മുടെ കൃഷ്ണനല്ലേ? ഞാൻ അറിയുന്ന പുരാണത്തിലെ കൃഷ്ണന് എന്റെ തോളറ്റം വരെ പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിക്കാലത്ത് കൃഷ്ണൻ അത്രയുണ്ടോ? രാധേ, നീ എന്നെ വരയ്ക്കൂ, ഞാനല്ലേ നിന്റെ കൃഷ്ണൻ. ആ കൈ കൊണ്ട് എന്നെ ഒന്ന് വരയ്ക്കൂ. നിന്നെ മംഗലം കഴിക്കാൻ പോകുന്ന പുരുഷനല്ലേ ഞാൻ? കഴിച്ചില്ലല്ലോ. മംഗലത്തിന് മുൻപ് ഈ അറയിൽ കേറരുതെന്ന് അച്ഛന്റെ കൽപ്പന. ഓ മാതുലാ! അയ്യോ, അതാരാ? അമ്മാവൻ, വലിയ വാമന തിരുമനസ്. അങ്ങേര് എനിക്ക് പാരയാ. അതേടി, കാമദേവൻ തന്നെയാണ്. ആർക്കാടി ഈ വാമന മഹാരാജാവിനെ ചോദ്യം ചെയ്യേണ്ടത്? വില്ല് പോലെ വളഞ്ഞ ഈ കാലും മുച്ചാൻ പൊക്കവും എനിക്ക് അധികമാടി. ചിലപ്പോ ഞാൻ റാണിയെ തോഴിയാക്കും, തോഴിയെ റാണിയാക്കും. എന്തിന്? കൊട്ടാരത്തിൽ അരിവെപ്പുകാരിയെ വരെ വേണമെങ്കിൽ ഞാൻ എന്റെ പട്ടമഹിഷിയാക്കും. അതാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരിയായിരുന്നു എന്നല്ലേ? മഹാരാജൻ, അങ്ങ് ഇത് കേൾക്കണില്ലേ? രണ്ടിനെ ഞാൻ താമസിയാതെ കേൾപ്പിക്കും. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. മഹാരാജാവ് രണ്ടാമത് കല്യാണം കഴിച്ചതേ ആദ്യ ഭാര്യയുടെ പിടിപ്പേട് കൊണ്ട് തന്നെയാ. ഇവള് പറഞ്ഞത് കേട്ടില്ലേ? എന്താ എന്റെ കുറവ്? ഒറ്റയടിക്ക് 3 പെമ്മക്കളെ പെറ്റു തന്നവളല്ലേ ഞാൻ. അത് നോം സമ്മതിക്കുന്നു. നമ്മെ അധികം കഷ്ടപ്പെടുത്താതെ ആ ക്രിയ നീ പൂർത്തിയാക്കി. ഒറ്റയടിക്ക് അല്ലെങ്കിലും നിങ്ങളുടെ 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തവളല്ലേ ഞാൻ. പിതൃത്വം നാം നിഷേധിക്കുന്നില്ല. പക്ഷെ എനിക്ക് സംശയമുണ്ട്. പിതൃത്വത്തിന്റെ കാര്യത്തിലോ? അല്ല, ആ മല്ലികയുടെ കാര്യത്തില്. അവളെ കാണുമ്പോ നിങ്ങൾക്ക് എന്താണ് പെടപ്പ്? ഇരിക്കട്ടെ അവിടെ. ഇരിക്കാനാ പറഞ്ഞത്. ഇതെന്തിനാണെന്നറിയാമോ? മഹാരാജാവിനെ സംശയിച്ചതിന്. ഇതെന്തിനാണെന്നറിയാമോ? മഹാരാജാവിന്റെ മുമ്പിൽ പൊട്ടിച്ചിരിച്ചതിന്. അങ്ങ് എന്ത് വേണേലും ആയിക്കോളൂ. യുവരാജാവ് ഗജേന്ദ്രനെ കൊണ്ട് തന്നെ എന്റെ മൂത്ത മോളെ കെട്ടിക്കണം. ആരാരെ കെട്ടണമെന്ന് നാം തീരുമാനിക്കും. അവനെ കൊണ്ട് എന്റെ ഒരു മകളെ മംഗലം കഴിപ്പിക്കാന്ന് അങ്ങ് എനിക്ക് വാക്ക് തന്നതല്ലേ? ഇനി ഇരുത്തണോ? വേണ്ട. എടുത്തോടി. നടക്കേ. എന്റെ എളി കയറിയത് ചിലർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. കൊറേ നാൾ അവിടെ ഇടുപ്പിലും കയറിയതല്ലേ. വന്നു. മാതുലന് നമോവാകും. എന്താ മാതുലൻ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മാതുല മാതുല എന്ന് വിളിക്കരുതെന്ന്. അത് കേൾക്കുമ്പോ തന്നെ ഒരു നാണക്കേട്. മാതുലന്റെ അർത്ഥം പോലും മനസ്സിലാക്കാത്ത അമ്മാവൻ എനിക്ക് നാണക്കേട്. എന്താ നീ പറഞ്ഞത്? അമ്മാവന്റെ അനന്തരവനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമാണെന്ന്. നീ മദ്യശാലയിലായിരുന്നല്ലേ? അല്ല, ഗോശാലയിലായിരുന്നു. അതാ മദ്യത്തിന് ഗോമൂത്രത്തിന്റെ നാറ്റം. മാതുല. മാന്യമഹാജനങ്ങളെ, ഈ വാമനപുരി മഹാരാജ്യത്തിലെ അരിമകളായ 5 രാജകുമാരിമാരുടെ വിവാഹ നിശ്ചയ ചടങ്ങ് ആരംഭിക്കുകയാണ്. മണ്ഡപത്തിലേക്ക് രാജകുമാരിമാർക്ക് സ്വാഗതം. നിങ്ങൾ ആരെയാ നോക്കുന്നത്? മക്കളെയോ മല്ലികയോ? എന്താടി ഇരുത്തണോ? വേണ്ട. രാജകുമാരിമാർക്ക് അനുയോജ്യരായ വരന്മാരെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ നിന്ന് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. പേരുകൾ വിളംബരം ചെയ്യാൻ വലിയ വാമന തിരുമനസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നമ്മുടെ 4 കുമാരിമാരുടെയും വരന്മാരെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഇളയ മകൾ, നൃത്ത സംഗീതാദി കലകളിൽ അതിനിപുണ രാധ. ഈ വാമനപുരിക്ക് ഭാഗ്യമായ രാധ.
അവൾക്ക് യോജിച്ച വരൻ മറ്റാരുമല്ല, വില്ലൻ, വിലാളി വീരൻ, യുദ്ധകലകളിൽ അർജുനന്റെ സമൻ, അശ്വഹൃദയം അറിഞ്ഞവൻ, സകലകലാ വല്ലഭൻ, വാമനപുരിയിലെ യുവരാജാവ്, അടുത്ത മഹാരാജാവ് ഗജേന്ദ്രൻ. ജഗജ്ജാലകില്ലാതെ തന്നെ ഇനി വിവാഹ ചടങ്ങ് നടക്കുന്ന അടുത്ത പൗർണമി വരെ നാടിനാഘോഷം. ആഘോഷിക്കുവിൻ. കേൾക്കാൻ നല്ല രസമുണ്ട്. സത്യമാണോ മല്ലികേ? കൊട്ടാരത്തിൽ ഏതെങ്കിലും രാജകുമാരിക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ ഗന്ധർവനെ പോയി കാണണം, അല്ലെങ്കിൽ മുടക്കിക്കളയൂങ്ങേര്. വെറും ഗന്ധർവനല്ല, ഗന്ധർവനും കാമദേവനും ചേർന്ന കക്ഷിയാകത്തിരിക്കുന്നേ. പക്ഷേ പെണ്ണുങ്ങളോട് പുള്ളിക്കാരന് വലിയ ഇഷ്ടമാണ്. ആണുങ്ങളെ ഒട്ടകത്ത് കേറ്റത്തുമില്ല. ദേവമ്മ, ഇവരിവിടെ എത്തിയോ? ആണുങ്ങളെ അകത്തോട്ട് കയറ്റത്തില്ലെന്ന് മാത്രമല്ല, കേറിയ പല പൊട്ടിത്തെറിക്കുകയും ചെയ്യും. 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം അത്. അന്ന് ഈ നാട് ഭരിച്ചിരുന്ന മഹാരാജാവിന്റെ അതിസുന്ദരിയായ മകളെ ഒരു ദേവഗന്ധർവൻ പ്രണയിച്ചു. രാജകുമാരിയെ വിവാഹം കഴിക്കാനിരുന്ന യുവരാജാവ് വിവരമറിഞ്ഞു ക്ഷുഭിതനായി. താമസിയാതെ ഗന്ധർവനെ ഹോമാഗ്നിയിൽ എരിച്ച് കടലിൽ താഴ്ത്താൻ മഹാമാന്ത്രികനെ വരുത്തി. പക്ഷെ ഗന്ധർവനിൽ അനുരക്തയായ രാജകുമാരി മന്ത്രവാദിയിൽ നിന്നും മൂലമന്ത്രം ചോർത്തിയെടുത്ത് കാമുകന് കൊടുത്തു. അങ്ങനെ ഗന്ധർവനെ തളയ്ക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, കോപം കൊണ്ട് ജ്വലിച്ച ഗന്ധർവൻ ഈ രാജ്യത്തെ ആണുങ്ങളെല്ലാം കുറിയവരും വിരൂപരുമാവട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ദേശത്തിന് വാമനപുരി എന്ന് പേര് കിട്ടിയത്. അന്ന് രാജകുമാരിക്ക് ഗന്ധർവൻ കൊടുത്ത വാക്ക ഈ രാജ്യത്തെ കാക്കാൻ ഇവിടെ കുടികൊള്ളാമെന്ന്. പക്ഷെ 1000 വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോകുമെന്നാ അന്ന് പറഞ്ഞിരുന്നത്. 1000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ ഗന്ധർവനെ പ്രാർത്ഥിച്ച നമ്മുടെ ആണുങ്ങൾക്ക് പൊക്കം തിരിച്ചു കിട്ടുമോ? മനസ്സൊഴുകി പ്രാർത്ഥിക്കേ. സുന്ദരികൾ പ്രാർത്ഥിച്ച ഗന്ധർവൻ പ്രസാദിക്കുന്ന പറയുന്നത്. എന്നാ ഞാൻ ആദ്യം പ്രാർത്ഥിക്കാം. സൗന്ദര്യം ഒത്തിരി കൂടുതലുള്ളോണ്ടാ. നിത്യപൂജയും വിളക്ക് വെയ്പ്പും ഒന്നുമില്ലാത്ത ക്ഷേത്രമാ. എങ്കിലും എന്തൊരു ഐശ്വര്യ. മൊത്തത്തിലൊരു ഗന്ധർവന്റെ മണം. അതെ അതെ, ഒരു പാലപ്പൂവിന്റെ മണം അല്ലേ? ശരിയാ. എന്റെ ഗന്ധർവ, ഒന്ന് പ്രത്യക്ഷപ്പെടണേ. ഏത് രാജകുമാരിയാ ഈ ഗന്ധർവനെ മോഹിക്കാത്തത്? അല്ലേ മല്ലികേ? ഗജേന്ദ്രകുമാരൻ കേക്കണ്ട. നമ്മുടെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നാ തോന്നുന്നത്. മിക്കവാറും നീ ഒന്നും മറിഞ്ഞിരിക്കും, അവരുടെ കണ്ണിപ്പെടണ്ട. എന്തായാലും പെണ്ണുങ്ങളല്ലേ? അതെ, ഈ ദ്വീപിലെ ആണുങ്ങൾ മാത്രമേ കുറിയവന്മാരായിട്ടുള്ളൂ. പെണ്ണുങ്ങളെല്ലാം നല്ല അടിപൊളിയാ. കുമാരിമാരെല്ലാം ദീർഘ സുന്ദരികളാവാൻ പ്രാർത്ഥിച്ചോളൂ. തരൂ, ഇങ്ങതാ വെച്ചോ. പഴവും പായസവും എല്ലാം ഉണ്ട്. ഇതെല്ലാം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ ഒരുപാട് ശിലാരൂപങ്ങളുണ്ടെന്നാ അമ്മ പറഞ്ഞത്. അതിലൊന്നാ രാജകുമാരിയുടെയാ. ഈ ഗന്ധർവനെ സ്നേഹിച്ച രാജകുമാരിയുടെ. വാ, നമുക്ക് പോയി നോക്കാം. ഞാനില്ല, എനിക്ക് പേടിയാ. ആദ്യമായിട്ടല്ലേ നമ്മളിവിടെ വരുന്നേ. വാ, നമുക്കൊന്ന് നോക്കാം. വാ മാളവികേ, വാ. എന്റെ ഗന്ധർവ, ഈ മല്ലികയെ കാത്തോണേ.
പെണ്ണുങ്ങളോട് വലിയ സ്നേഹമുള്ളവനാ ഗന്ധർവൻ എന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്നെ പോലെ സുന്ദരികളായ പെണ്ണുങ്ങളോട്. കുമാരിമാര് നിന്നോണ്ടാ ഞാൻ സ്വന്തം കാര്യം പറയാതിരുന്നത്. പ്രായം 10-30 കഴിഞ്ഞു. ഇതുവരെ സ്വന്തമായൊരു ഭർത്താവിനെ ഒക്കെ തിരുത്തിക്കൊണ്ടുപോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. മഹാരാജാവിന്റെ ഒരു കണ്ണ് എന്റെ മേലുണ്ട്. അതൊന്ന് ശരിയാക്കി തന്ന മഹാറാണിയാവുന്ന കാര്യം ഞാൻ ഏറ്റു. വേറെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇത്തരം കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ നീ സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്റെ ഗന്ധർവ. അയ്യോ, ആയുസ്സോമ്പഴങ്ങളൊക്കെ എവിടെ പോയി? അയ്യോ എന്റെ ഗന്ധർവ, ഈ മല്ലികയുടെ പ്രാർത്ഥന നീ കേട്ടോ? അയ്യോ കുമാരിമാരെ, ഗന്ധർവ പ്രത്യക്ഷപ്പെട്ടു. കുമാരിമാരെ, കാണാൻ എന്ത് ഭംഗിയില്ലേ? ഇതുപോലുള്ള ശില്പങ്ങൾ വേറെയും കാണും. വാ, നമുക്ക് എല്ലാം ഒന്ന് ചുറ്റി കാണാം. രാജ, നമുക്ക് പോവാം. ഓ, ശില്പങ്ങളോ ചിത്രങ്ങളോ കണ്ടാ മതി ഈ കുട്ടിക്ക്. അയ്യോ ഗന്ധർവ പ്രത്യക്ഷപ്പെട്ടേ. ഞാനിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അയ്യോ ഞാനിതെങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? എന്താ? അതെ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുകയായിരുന്നേ, എന്റെ കുമാരിമാർക്ക് നല്ലത് വരുത്തറിയുന്നു. അപ്പോഴുണ്ട് മല്ലികയെന്നൊരു വിളി. സത്യം, എന്റെ പേരാ വിളിച്ചത്. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് താലങ്ങളുമായി അങ്ങ് അപ്രത്യക്ഷമായി. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ, കാണിച്ചു തരാം. വേഗം വാ. വാ. ആ പൂക്കളെങ്കിലും ബാക്കി വെക്കടോ. കാട്ടുപോവല്ലേ, നല്ല വിറ്റാമിൻ കാണും. നോക്കേ, എന്തൊരു അതിശയം. കുമാരി രാധേ, രാധേ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ശില്പങ്ങളൊന്നും കാണാൻ നിൽക്കണ്ടെന്ന്. എവിടെ പോയി? രാധേ, 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 നമ്മൾ ഇനി എവിടെ തരും? അയ്യോ, ആരോ ചാടിയ ഒരു ശബ്ദം കേട്ടില്ലേ? അതെ, കേട്ടു. വീണ്ടും പാലപ്പൂവിന്റെ മണമുണ്ട്. അത് പിന്നെ പാല് പൂക്കുന്ന സമയല്ലേ? എന്റെ ഗന്ധർവ, ഞാൻ പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞത് കാര്യാക്കിയോ? അതെ, ഇപ്പൊ ദേഹമാകെ കുളിര് വരുന്ന പോലെ തോന്നുന്നുണ്ടോ? ചോദിച്ചപ്പോ ഇപ്പൊ ശരിക്കും തോന്നുന്നുണ്ട്. അപ്പൊ കേറി ഉറപ്പ്. എന്തോന്നാ? ഗന്ധർവൻ. പിന്നെ ഇവിടെ ഗന്ധർവനൊന്നുമില്ല. മല്ലികെ, ചുമ്മാ പേടിപ്പിക്കല്ലേ. അതല്ല, പിന്നെ പഴവും പായസം ഒക്കെ എടുത്തതാര്? അത് ശരിയാ. അയ്യോ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് പോവാം. അയ്യോ, ഈ രാധ എവിടെ പോയി? കുമാരി, നടക്ക. ഞാൻ ഗന്ധർവനല്ല, നിങ്ങളെ പോലൊരു മനുഷ്യനാ. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദ്വീപിൽ നീന്തി കയറിയ ഒരു മനുഷ്യൻ. എന്റെ കൂട്ടത്തിലുള്ള 2 പേരെ നിങ്ങളുടെ ആൾക്കാർ കടപ്പുറത്തിട്ട് കൊന്ന് മരണഭയം കൊണ്ട് ഇവിടെ കയറി ഒളിച്ച. ദേവി ഇതെന്നെ കാട്ടിക്കൊടുക്കരുത്. ഇങ്ങനെ ഭയന്ന് നോക്കണ്ട. ഞാനൊരു പാവമാണ്. എന്റെ പേര് ഹരി. ഇന്ത്യൻ നേവിയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല ഗന്ധർവ. എന്റെ ദൈവമേ, ഞാൻ ഗന്ധർവനല്ല കുട്ടി. നോക്ക്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അയ്യോ, എന്താ അവനാ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് പെട്ടു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ദൈവമേ, ഇനി പറ, ഞാൻ പിശാചോ ഗന്ധർവനോ ആണോന്ന്? നിങ്ങളെപ്പോലെ വിശപ്പും ദാഹവും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായെന്നറിയോ? പറ, ഇനി വിശ്വാസമായില്ലേ? ഞങ്ങൾ എവിടൊക്കെ തിരക്കിയെന്നറിയാവോ? അതെ, കുമാരി കണ്ടോ? ആരെ? ഗന്ധർവനെ. സാക്ഷാൽ ഗന്ധർവനോട് വന്നിട്ടുണ്ട്. പഴവും പായസവും ഒക്കെ എടുത്തു തിന്നു. നമ്മുടെ കൂടെ ഇവിടെ ഒക്കെ ചുറ്റി കറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സുന്ദരിമാരി വന്നാ ഗന്ധർവൻ തനിയെ ഇറങ്ങി വരുമെന്ന്. ഇനിയും നിന്ന ദേഹത്തേക്ക് പ്രവേശിക്കും. വാ, വേഗം വാ. വാ, നടക്ക. ഇത് സംഗതി നമ്മുടെ പിടി വിട്ടുപോയ മട്ട. ആഹാ, ലക്ഷ്മി കോളടിച്ചല്ലോ. മാൻ കുടുങ്ങി.
കരു മാറ്റിക്കേ, കരടി മുന്നിലെത്തി. കളി പറഞ്ഞു കൊടുക്കല്ലേ? കളി കാണിച്ചു കൊടുക്കല്ലേ? കാണിക്കാൻ വേണ്ട, പറയാൻ വേണ്ട, പോയാട്ടെ. കളിക്കല്ലേ. ഞാൻ പെണ്ണിട്ടിരുന്നെങ്കിൽ നിങ്ങളെ പോലെ 5 എണ്ണം എനിക്കും ഉണ്ടായേനെ. ഏതായാലും കെട്ടാൻ ഞാൻ നന്നായി. ബുദ്ധിയുള്ളവളല്ലേ നീ. മാൻ എങ്ങനെ അമ്പലത്തിലെത്തുക? ഇങ്ങോട്ടിറങ്ങിയ ദേവിടെ പുലി, ഇവിടെ കരടി. ഞാൻ തോറ്റു. കളി നിർത്തുക. എന്തു പറ്റി രാധയ്ക്ക്? അവളങ്ങനെ തോൽക്കുന്നല്ലോ. നീ എന്താ മോളെ അത്താഴം കഴിക്കാഞ്ഞേ? ഞാൻ പിന്നെ കഴിച്ചോളാം. ക്ഷേത്രത്തിൽ നിന്ന് വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. നിനക്ക് എന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ലമ്മേ. ആ മല്ലിക ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക എന്റെ കുട്ടികളെ. അയ്യോ, ഞാൻ എന്ത് പറഞ്ഞു എന്നാ? കുമാരിയും കണ്ടതല്ലേ? കൊടുത്ത പായസം ഇലയോടെ മുഴുവൻ കഴിച്ചിട്ടാ ഗന്ധർവം പോയത്. മനസ്സിന് ശുദ്ധിയുള്ളവർ കൊടുത്ത ഗന്ധർവം വാങ്ങും. ഇതാ കുമാരി പാല്. എനിക്ക് വേണ്ട. അയ്യോ, സത്യം പറയടി, നീ ഗന്ധർവനെ കണ്ടോ? നേരിട്ട് കണ്ടില്ല, പക്ഷെ പായസം. മതി. കുമാരിമാരുടെ കണ്ണു വെട്ടിച്ച് പഴവും പായസമൊക്കെ മൂക്കുമുട്ട തിന്നിട്ട് ഗന്ധർവം കഴിച്ചു അത്രേ. കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. തമ്പുരാട്ടി, ഞാൻ മനുഷ്യരെ പഠിപ്പിക്കാൻ നടക്കുന്നു, പിന്നെ ഗന്ധർവൻ അങ്ങ് പട്ടിണി നടക്കല്ലേ? അയ്യോ, ഞാനിത് ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കും എന്റെ ഗന്ധർവ? ഗന്ധർവനെ കണ്ടോ? എവിടെ? ഇവിടെ. വാ എന്റെ മല്ലികപ്പൂവേ. മഹാരാജാവ് പോലും ഇനി ഞാൻ അവളുടെ ദാസിയാവാം. എനിക്ക് ചത്താ മതി. നമുക്കൊരു പറ്റി അരുന്ധതി, ക്ഷമിക്കൂ. നീ എപ്പ വന്നു? നീ എന്താ ഒന്നും മിണ്ടാത്തത്? രാത്രിയിലായിരിക്കും അവര് പടയും കൂട്ടി വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കേട്ട് കേൾവി പോലും ഇല്ലാത്തൊരു ദീപി വന്നിട്ട് ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു പെണ്ണ് വന്ന് തന്നെ ചതിക്കില്ല, പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നവനെ നമ്പിയാ ചിലപ്പോ നമ്മുടെ തല പോകും. വെളിയിലോട്ട് ഇറങ്ങിയാലും നമ്മുടെ തല പോകും. എന്നാ പിന്നെ ഒന്ന് പരീക്ഷിച്ചൂടെ? പരീക്ഷിക്കാനൊന്നുമില്ല, ഗൂർക്കാപ്പടഞ്ഞെത്തും. എവിടെയെങ്കിലും വിളിക്ക്. കുട്ടിപ്പട്ടാളത്തിന്റെ അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ പെണ്ണ് വീണ്ടും വരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ ആളെയും കൂട്ടി വരിക. നമ്മുടെ കാര്യം കഴിഞ്ഞു. അവൾ ആളെയും കൂട്ടിയൊന്നും അല്ല വന്ന്, ഒറ്റയ്ക്കാ. നോക്ക്. നേരാണല്ലോ. ശരിയാ, അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇനി അവളെ വിശ്വസിച്ചൂടെ? ഞാൻ പറഞ്ഞില്ലേ അവള് നമ്മളെ ചതിക്കില്ല. നീ അങ്ങോട്ട് ചെല്ലേ. എന്താ അവളുടെ ഉദ്ദേശം എന്നറിയാമല്ലോ. ചിലപ്പോ എവളായിരിക്കും നമ്മുടെ പിടിവള്ളി. സത്യത്തെ പേടിച്ചുപോയി. കുട്ടി ആളെയും കൊണ്ട് വന്നു എന്നാ വിചാരിച്ചത്. അല്ല, ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വിശ്വസിക്കാമോ? എന്താ ഈ നേരത്ത്? ഇതെന്താ? ദിവസങ്ങളായി പട്ടിണിയാണെന്നല്ലേ പറഞ്ഞത്? കുറച്ച് ഭക്ഷണ. എടാ, അവള് ആഹാരം കൊടുക്കാനാ വന്നത്. എന്താ ഇങ്ങനെ നോക്കുന്നത്? വെറുതെ. ഇത്രയും പൊക്കമുള്ള ഒരു പുരുഷനെ സ്വപ്നത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി ശരിക്കും ഗന്ധർവൻ തന്നെയാണോ? ഞാനൊന്ന് തൊട്ടോട്ടെ. തൊട്ടോ. എന്താ സംശയം മാറി? മാറി. എന്നാലും നിങ്ങൾ എനിക്ക് എന്നും ഗന്ധർവൻ തന്നെ ആയിരിക്കും. അയ്യോ, എന്റെ പേര് ഹരിന്ന്. ഞാനൊന്ന് പറഞ്ഞില്ലേ, കൊച്ചിന്ന് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈ ചെയ്താ എത്തിപ്പെട്ടത് ഇവിടെ. ഫ്ലൈ എന്ന് വെച്ചാ? ഓ, സോറി. സോറി എന്ന് വെച്ചാ? ഞാൻ പറന്നു. ഹെലികോപ്റ്ററിലാ പറന്ന്. അത് തകർന്ന് കടലിൽ വീണു. നീന്തി നിങ്ങളുടെ കരയെ കയറി. ഇപ്പൊ മനസ്സിലായോ? നേരെ ഒരുപാടായി. ഇതാ ഭക്ഷണം കഴിച്ചോളൂ. ഞാൻ പൊക്കോട്ടെ. ഇതൊരാൾക്കേ ഉള്ളൂ അല്ലേ? പട്ടിണി കിടക്കുന്ന 2-3 ഗന്ധർവന്മാര് വേറെ ഉണ്ട്. ഇവിടെയോ? മാധവേട്ടോ, ഇങ്ങ് പോരെ. ഞാൻ മാധവൻ ഗന്ധർവൻ. ഞാൻ ജോസഫ് ഗന്ധർവൻ. ഞാൻ ചന്ദ്രപ്പ ഗന്ധർവൻ. പേടിക്കണ്ട, എന്റെ കൂട്ടുകാരാ. വാ, പരിചയപ്പെടാം. പിശാചുക്കള് കടലിൽ നിന്ന് കരക്കോട്ട് കാലുകുത്താത്തത് അങ്ങേരുടെ മന്ത്രവാദം കൊണ്ടാണെന്നാ രാജഗുരു പറയുന്നത്.
രണ്ടെണ്ണത്തെ കൊന്ന് കടപ്പുറത്ത് കെട്ടി തൂക്കിയത് കൊണ്ടാ മറ്റവന്മാര് പേടിച്ചു പോയതെന്നാ മണ്ടൻ ഗുരുവിന് മനസ്സിലായി. ഇറക്കി അതാരാ ഗന്ധർവ ക്ഷേത്രത്തിന്റെ മുന്നിൽ ഒരു ആൾരൂപം? അതൊരു സ്ത്രീയാണല്ലോ. ഇനി ഗന്ധർവനെ കാണാൻ വന്ന യക്ഷിയായിരിക്കും. മനുഷ്യനെ പേടിപ്പിക്കല്ലേ. നിക്കവിടെ. രാധയല്ലേ അത്? ഗന്ധർവ ക്ഷേത്രത്തിന് മുന്നിൽ അസമയത്ത് ഒരു കന്യക. ഇനി വല്ല ഗന്ധർവനും കൂടി ഇതാണോ? സത്യമായിരിക്കും നീ പറഞ്ഞത്. അങ്ങനെ സംഭവിക്കാൻ വഴി. രാധേ, രാധേ, നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? സ്വപ്നത്തിൽ വന്നെന്നെ ഗന്ധർവൻ വിളിച്ചു. എന്താ പറഞ്ഞേ? എന്നെ ഗന്ധർവൻ വിളിച്ചു. ഓം സ്വാഹ, ഓം സ്വാഹ, ഓം സ്വാഹ. ഇട്ടുന്നാനെ, എന്റെ രാധക്കുട്ടി ആ ഗന്ധർവൻ ബാധിച്ചു കാണൂ. എങ്കിൽ ആ ഗന്ധർവൻ എന്ത് ഭാഗ്യവാനാ. അല്ല, അകത്ത് ഗുരുവിന്റെ പ്രയോഗം നടക്കല്ലേ. കുമാരൻ വിഷമിക്കാതിരി. ഓം അയ്യോ, എന്റെ മോള് കണ്ണു തുറക്കുന്നില്ലല്ലോ ഗുരു. എന്റെ മൂക്കിന് എന്ത് പറ്റി? ആരും ബഹളം വെക്കരുത്. ഞാൻ ഒന്നുകൂടെ ജപിച്ച് തളിക്കാം. എന്നാ പിന്നെ തളി. ചിലപ്പോ കുട്ടി ഉറങ്ങിപ്പോയതാണെങ്കിലോ. ഗന്ധർവനല്ല പിശാചായാലും ഞാനൊന്ന് ജപിച്ച് തളിച്ച ആ നിമിഷം കടൽ കടക്കും. നീ എന്തിനാ മോളെ രാത്രി ഗന്ധർവ ക്ഷേത്രത്തിൽ പോയത്? ഇപ്പൊ ഇത്തരം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. കുമാരി അബോധമണ്ഡലത്തിൽ നിന്ന് ബോധമണ്ഡലത്തിലേക്ക് എത്തിയതേ ഉള്ളൂ. കുമാരിയുടെ ദേഹത്ത് ഇപ്പൊ കുമാരി മാത്രല്ലേ ഉള്ളൂ, അല്ലേ കുമാരി? അല്ല, എന്റെ ഒപ്പം ഗന്ധർവനും ഉണ്ട്. എന്താണോ ഗുരു ഇത്? താനല്ലേ പറഞ്ഞത് ഗന്ധർവൻ മോട ശരീരം വിട്ട് കടൽ കടന്നു പോയെന്ന്? അല്ല, അത് പിന്നെ മഹാരാജൻ വന്നാൽ 1000 വർഷങ്ങൾക്ക് ശേഷം ഒരു രാജകുമാരിയിൽ ഗന്ധർവൻ ആവേശിച്ചിരിക്കുന്നു. ഇതിന് പ്രതിവിധിയില്ലേ ഗുരു? ഉണ്ട്, സംശയം വേണ്ട. വേണ്ടെങ്കി വേണ്ട. ഹോമം വേണം. വേണമെങ്കിൽ വേണം. വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. വളരെ രഹസ്യമാണ്. രാജകുമാരിയെ പറ്റിയുള്ള രഹസ്യം. എന്ത് രഹസ്യം? അല്ല, കുമാരി ഗന്ധർവനുമായി രമിച്ചിട്ടുണ്ടോന്ന്. എന്നുവെച്ചാ രമിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ല. കന്യകമാരെ കൈ കിട്ടിയ പ്രാപിക്കാതെ വിടില്ല ഗന്ധർവൻ. അങ്ങനെ വന്നാൽ കടുത്ത പ്രയോഗങ്ങൾ തന്നെ വേണ്ടി വരും. തൽക്കാലം ഇത് ആരും അറിയണ്ട. മംഗലം കഴിക്കേണ്ട കന്യകയല്ലേ. അല്ല അമ്മാവാ, രാധയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നുമില്ല, ചെറിയ ബോധക്കേട്. ഒരു നിസാര പ്രയോഗം മതി, എല്ലാം ശരിയായിക്കോളും. അമ്മാവാ, സത്യം മറച്ചു പിടിക്കരുത്. 1000 താഴിട്ട് പൂട്ടിയാലും എനിക്ക് ആ സത്യം അറിയണം. ആര് താഴിട്ട് പൂട്ടി? അമ്മാവാ, എനിക്ക് സത്യം അറിയണം. രമിച്ചിട്ടുണ്ടോ? സ്വന്തം അമ്മാവനോടാണോ നീ ചോദിക്കുന്നത്? നിനക്ക് സംസ്കാരമില്ലേ ഗജേന്ദ്ര? അമ്മാവാ, അത്രയ്ക്ക് മോശമായോ എന്റെ ചോദ്യം? പിന്നല്ലാതെ. ഏയ്, എന്റെ രാധയെ കുറിച്ച് എനിക്ക് എന്തും ചോദിക്കാലോ. മല്ലികേ, എന്താ കുമാര? രാധയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കുമാരന്റെ ആഗ്രഹമല്ലേ മല്ലിക, ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇപ്പൊ കുമാരൻ അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. അവൾ എന്തെങ്കിലും പറഞ്ഞോ? ഈ ഗന്ധർവൻ ദേഹത്തുനിന്ന് ഇറങ്ങിയിട്ട് വേണ്ട എന്തെങ്കിലും പറയാൻ. അവനെ തള്ളി താഴെയുടെ മല്ലികയ്ക്ക് പറ്റില്ലേ? അപ്പൊ എന്റെ രാധ എനിക്ക് നഷ്ടമാകുമോ മല്ലികേ? നഷ്ടപ്പെടാനും നഷ്ടപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാ ഞാൻ ചെല്ലട്ടെ കുമാര? മല്ലികേ, ഒരു നിമിഷം. എന്താ? രമിച്ചിട്ടുണ്ടോ? എന്തെന്ന്? അല്ല, പ്രാപിച്ചിട്ടുണ്ടോന്ന്. അയ്യോ, ഈ കുമാരൻ എന്താ എന്നോട് ഇങ്ങനെ ചോദിച്ചത്? എന്റെ മുഖത്ത് നോക്കി ആരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ തോഴിമാരായതുകൊണ്ട് നിങ്ങളെ പോലുള്ള തമ്പുരാക്കന്മാർക്ക് എന്തും ചോദിക്കാം. അയ്യോ, എന്റെ തമ്പുരാട്ടി കേട്ടില്ലേ?
എന്നെ മുഖത്ത് നോക്കി കുമാരൻ ചോദിക്കുക. അയ്യോ, ഈ കുമാരിമാര് നിൽക്കുമ്പോ പറയാൻ എനിക്ക് നാണം വരുന്നു. മാറിക്ക്. അമ്മായി ഞാൻ അയ്യോ കുമാര കൊച്ചു പെമ്പിളെ നിൽക്കുമ്പോ അങ്ങനെ പറയല്ലേ പറയല്ലേ ഇനി നാറും. എന്താണ് നോക്കിയിരിക്കുന്നത്? കേറിപ്പോയടി അകത്ത്. എന്തിന് നീ എന്താ അവളോട് ചോദിച്ചത്? രമിച്ചിട്ടുണ്ടോന്ന്? വൃത്തികെട്ടവൻ. അതെങ്ങനെ നന്നാവും? അമ്മാവിന്റെ അല്ലേ അനന്തരവൻ? ഏതായാലും എന്റെ കുട്ടികളെ കെട്ടാത്ത നന്നായി. രാധയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മയക്കത്തിലാ. ഗന്ധർവനെയൊക്കെ കാണുന്നത് പുണ്യം ചെയ്ത കന്യകമാരാണെന്നാ പറയുന്നേ. എന്റെ കൃഷ്ണ, നമുക്ക് ഈ ഗന്ധർവനെ കാണാൻ പറ്റില്ലല്ലോ. അത് ചില പ്രത്യേക നാളുകാരുടെ മുന്നിലെ ഗന്ധർവനും മറ്റും പ്രത്യക്ഷപ്പെട്ടുള്ളെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടല്ലോ. രാധ ശരിക്കും ഭാഗ്യമുള്ളവളാ. രാധേ, 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 നീ ശരിക്കും ഗന്ധർവനെ കണ്ടോ? ശരിക്കും കണ്ടു. ആളിങ്ങനെ സുന്ദരനാണോ? ഈശ്വര, ഗജേട്ടന്റെ കാര്യം പോക്കായല്ലോ. കേക്കണ്ട ഗജേട്ടൻ. അതെ, നിങ്ങൾ ഓരോന്ന് ചോദിച്ചു കുമാരി വിഷമിപ്പിക്കരുത്. രാജഗുരു പറഞ്ഞ കേട്ടില്ലേ, കുമാരിക്ക് ഇപ്പൊ വിശ്രമമാണ് ആവശ്യം. നിങ്ങളൊന്ന് പോയേ, ചെന്നേ, വേഗം പോയേ, വേഗം പോയേ. കുമാരിയും പൊക്കോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അതെ, കുമാരി ശരിക്കും ഗന്ധർവനെ കണ്ടോ? ഈ യക്ഷിയുടെയും ഗന്ധർവന്റെ ഒക്കെ കാല് നിലത്തുറക്കത്തില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഇതോ അതുപോലാണോ? ഏയ്, ഈ ഗന്ധർവന്റെ കാലുകള് ശരിക്കും നിലത്തുറച്ചിട്ടുണ്ടായിരുന്നു. ഈശ്വര, ഗന്ധർവന്മാരൊക്കെ നിലത്തിറങ്ങി നടക്കാൻ തുടങ്ങിയോ?